കിണാ ആ എന്താ പരിപാടി? വാലന്റൈൻസ് ഒക്കെ വരികയല്ലേ, അതിന് കുറച്ച് പരിപാടിയിലാണ്. അത് സാധാരണ ചോക്ലേറ്റ് ഒക്കെ കൊടുക്കല്ലേ, ഇതെന്താ ഡിസൈൻ ചെയ്ത മുട്ട പുഴുങ്ങി കൊടുക്കാനാ? ഇത് പുഴുങ്ങി കൊടുക്കാനല്ല, കൂടോത്രാണ്, കൊടിയ കൂടോത്രം. എന്നിട്ട് എന്താ പരിപാടി? വാലന്റൈൻസ് ആയിട്ട് അപ്പുറത്തെ പാർക്കിൽ കുറച്ച് കപ്പിൾസ് വരും, ഇതവിടെ കൊണ്ട് കുഴിച്ചിടും. പിന്നെ വരുന്നവരൊക്കെ തമ്മിൽ തല്ലി അടിച്ച് പിരിയും. ഓ, ഈ മുട്ട കൊണ്ടാണ് പ്രതിഷേധം? ഞാൻ പ്രതിഷേധം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതേ പ്രോട്ടീനാണ്, പ്രോട്ടീന്. ആ, അത് പ്രോട്ടീനാണെന്ന് പുഴുങ്ങി തിന്നാലേ നിങ്ങളുടെ ചെറുകുടലും പൺകുടലും അടിച്ചു പിരിഞ്ഞ് അതും രണ്ട് ഒഴിക്കാവും. അല്ല, സത്യത്തിൽ എന്താണ് എന്റെ പ്രശ്നം? ഞങ്ങളെ കിഡ്സ് ഇവിടെ പ്രിന്റില്ലാതെ സിംഗിൾ ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ അപ്പുറത്ത് കുറച്ച് 2K പിള്ളേർ അർമാദിക്കാണ്, കുറച്ച് തന്നെ കിട്ടി. എന്നിട്ട് മുട്ട കൊണ്ടാണോ പ്രതിഷേധം? ഞാൻ പ്രതിഷേധം തുടങ്ങിയിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ പ്രണയിക്കാനായിട്ട് ഇപ്പൊ എന്തൊരു ദിനം, അല്ലാത്ത ദിവസം ആരും പ്രണയിക്കാറില്ലേ? ഇതൊക്കെ ആരെ കണ്ടുപിടിച്ച്? സത്യത്തിൽ പ്രണയിക്കാനുള്ള മാത്രം ദിവസമൊന്നും അല്ല, ഇതിന്റെ പിന്നില് ഒരു ചരിത്രമുണ്ട്. ആ കഥ അറിയില്ല? ഇല്ല. ആ കഥ ഞാൻ പറഞ്ഞുതരാം. കിണ്ണവാ. പുരാതന റോം, BC കാലഘട്ടം. അന്ന് നിലനിന്ന ഒരു ആചാരമായിരുന്നു ലൂപ്പർക്കാലിയ. ലൂപ്പർക്കാലിയ എന്നാൽ ആചാരം ഒന്നും പറയാൻ പറ്റില്ല, സത്യത്തിൽ അനാചാരം. അത് ലൂപ്പർക്കാസ് ദേവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ആചാരം നടത്തിയിരുന്നത്. ലൂപ്പർക്കാൾ ഗുഹയിൽ വെച്ചിട്ട് മൃഗബലി നടത്തിയിരുന്നു. ഈ മൃഗബലി പറഞ്ഞു കഴിഞ്ഞാൽ ആടിനെയും അതുപോലെ തന്നെ നായയൊക്കെയാണ് ഇവർ മൃഗബലി നടത്തിയിരുന്നത്. അത് ആണുങ്ങളാണ്, അന്നത്തെ പുരുഷന്മാരാണ് ഈ മൃഗബലി നടത്തിയിരുന്നത്. അപ്പോൾ അതിനുശേഷം ഇവർ ഈ നമ്മൾ ആടിൻ്റെയും നായയുടെയൊക്കെ തോലുകൊണ്ട്, അതായത് മൃഗബലി നടത്തിയ മൃഗങ്ങളുടെ തോലുകൊണ്ട്, ആ തോലും അതുപോലെ തന്നെ നമ്മൾ മുള്ളുകളൊക്കെ ചേർത്തിട്ട് ചാട്ടവാറുണ്ടാക്കും. ഈ ചാട്ടവാറുണ്ടാക്കിയിട്ട് ദേഹത്ത് നിറയെ ചോരയൊക്കെ ആക്കിയിട്ട്, കാരണം ഈ ബലിരക്തം ഒക്കെ ദേഹത്ത് പുരട്ടി അവർ പൂർണ്ണ നഗ്നരായിട്ടോ അല്ലെങ്കിൽ അർദ്ധനഗ്നരായിട്ടോ ഇറങ്ങി വരിക. അതുപോലെ തന്നെ ഈ അടി കൊള്ളാൻ വേണ്ടി നിൽക്കുന്ന സ്ത്രീകളും അവരും നഗ്നരായിരിക്കും. കാരണം അവരെ കംപ്ലീറ്റ് വന്നിട്ട് ഇവരെന്താണ് ഈ ചാട്ടവാറ് കൊണ്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ട് എന്താണ് നല്ല പുത്രന്മാരെ കിട്ടാൻ, നല്ല മക്കൾ ഉണ്ടാവാൻ, അതൊരു വിശ്വാസം. അതുപോലെ തന്നെ നല്ല ഭർത്താവിന് കിട്ടാൻ, അതാണ് അവരുടെ വിശ്വാസം. അതാണ് സത്യത്തിൽ ലൂപ്പർക്കാലിയ. അപ്പോൾ അങ്ങനെ ആചരിച്ചു വന്നുകൊണ്ടിരുന്നു. അവർ സത്യത്തിൽ നിന്ന് അത് ഈ അടി ഏറ്റുകൊള്ളാനും അതുപോലെ തന്നെ ദേഹം മൊത്തം ചാട്ടവാറടി കൊണ്ട് മൊത്തം രക്തമൊലിപ്പിച്ച ഒരു അങ്ങനെ മൃഗീയമായൊരു ആചാരമല്ല, ഒരു ആചാരം അതായിരുന്നു ലൂപ്പർക്കാലിയ. അതാണ് സത്യത്തിൽ എന്താണ് ഈ വാലന്റൈൻസ് ഡേക്ക് പകരം അന്ന് സത്യത്തിൽ അത് ഫെബ്രുവരി 15 ആഘോഷിച്ചിരുന്നത്. അതിനുശേഷം കാലങ്ങൾ കടന്നുപോയി. BC കഴിഞ്ഞ് 3-ാം നൂറ്റാണ്ടായി. 3-ാം നൂറ്റാണ്ട് ആയി. ആ 3-ാം നൂറ്റാണ്ടിൽ റോം ഭരിച്ചിരുന്നത് ക്ലോഡിയസ് രണ്ടാമനായിരുന്നു. ക്ലോഡിയസ് രണ്ടാമൻ്റെ കാലഘട്ടത്തിൽ ക്ലോഡിയസ് രണ്ടാമൻ ഒരു ഉത്തരവിട്ടു. അന്നത്തെ പട്ടാളക്കാർ കല്യാണം കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പ്രണയബദ്ധരാവാൻ പാടില്ല എന്നുള്ള ഒരു ഭയങ്കര ഉത്തരവാദിട്ടു ക്ലോഡിയസ് രണ്ടാമൻ ഉത്തരവിട്ടു. ഒരുപാട് പരിപാടി പോയി. കാരണം എന്താ വെച്ചാലേ, കാരണം അവർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രണയിച്ചു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിലൊക്കെ ഒന്നും താല്പര്യമില്ലാണ്ടാവുന്നില്ല തോന്നലവർക്കുണ്ടായി. യുദ്ധത്തിൽ താല്പര്യം ഉണ്ടായിരുന്നത് എന്താണ്? രാജ്യം വേറെ ആണുങ്ങൾ കൊണ്ടുപോകും അല്ലേ, അത് മേടിച്ചിട്ട് സ്വാഭാവികമായിട്ട് രാജാവ് ഈ പട്ടാളക്കാരെ ഇതിൽ നിന്നൊക്കെ വിലക്കി. അപ്പോൾ അതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു സെന്റ് വാലന്റൈൻ. അപ്പോൾ വാലന്റൈൻ എന്ത് ചെയ്തു? ഈ പട്ടാളക്കാരുടെ കല്യാണങ്ങളൊക്കെ രഹസ്യമായി നടത്തിയിട്ടു, രഹസ്യമായിട്ട്. പക്ഷെ രാജാവ് എന്ത് ചെയ്തു? ഈ സംഭവങ്ങൾ അറിഞ്ഞു. രാജാവ് അറിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? വാലന്റൈനെ തുറുങ്കിലടച്ചു. തുറുങ്കിലടക്കം മാത്രമല്ല, വാലന്റൈനോട് പറഞ്ഞു നിങ്ങളിത് പിന്മാറണം, ഈ ചെയ്ത് കൊടുത്ത കല്യാണങ്ങളൊക്കെ അവരൊക്കെ പിരിക്കണം, അതുപോലെ വേണം, മാപ്പ് പറയണം എന്നുള്ള ലെവലിലേക്ക്. പക്ഷെ വാലന്റൈന് തയ്യാറായില്ല. അപ്പോൾ എന്താണ്, വാലന്റൈന് സ്വാഭാവികമായിട്ടും ചക്രവർത്തി കൊന്നുകളഞ്ഞു. ആ വധിച്ചു കളഞ്ഞ ദിവസമാണ് ഫെബ്രുവരി 14. കാലങ്ങൾ കടന്നുപോയി, വാലന്റൈനൊക്കെ എല്ലാവരും മറന്നു. പക്ഷെ പിന്നീട് ക്രിസ്ത്യാനിറ്റി ശക്തി പ്രാപിച്ചപ്പോൾ നമ്മുടെ ലൂപ്പർക്കാലിയക്ക് പകരം എന്ത് ചെയ്തു? നമ്മുടെ വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ തുടങ്ങി. പക്ഷെ ഇന്നത്തെ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സത്യത്തിൽ നമ്മൾ ആഘോഷങ്ങൾക്ക് പകരം ചിലപ്പോൾ എന്താണ് സത്യത്തിൽ ആഘോഷങ്ങൾ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുകയോ ആഘോഷിക്കാതിരിക്കുകയോ ചെയ്യാം.
ആഘോഷങ്ങളൊന്നും അഴിഞ്ഞാട്ടങ്ങളാവാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഒരു ടെൻഷൻ ഉണ്ട്, ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ ആളില്ലല്ലോ എന്നുള്ള ടെൻഷൻ അല്ലേ. അതുപോലെ തന്നെ ഇതില്ലാത്തവർക്ക് അങ്ങനെ ടെൻഷൻ, ഉള്ളവർക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കും എന്നുള്ള ടെൻഷൻ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ എന്താണ് അവർക്ക് വേറെ ടെൻഷൻ. മനസ്സിലായോ? അപ്പൊ കിണ്ണന് ടെൻഷൻ ഒന്നും വേണ്ട. കിണ്ണൻ എന്ത് ചെയ്യുക, നേരെ ക്യാമ്പസിൽ പോയിട്ട് PSC പഠിക്കുക. അപ്പോൾ കിണ്ണനൊരു സർക്കാർ ജോലി കിട്ടും. 11 വർഷത്തോളമായിട്ട് എന്താണ് പെരിന്തൽമണ്ണയിൽ 100 കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ ജോലി നേടിക്കൊടുത്ത സ്ഥാപനമാണ് ക്യാമ്പസ്. പാർട്ട് ടൈം വേറെ ജോലിക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അവിടെ പഠിക്കാൻ ഇന്ന സമയത്തെ പോകാൻ 24 hours അവിടെ ക്യാമ്പസ് ഓണാണ്. അവിടെ 24 മണിക്കൂറും കമ്പൈൻ സ്റ്റഡി സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ കിണ്ണ അവിടെ പോയിരുന്ന് പഠിക്കുക, സർക്കാർ ജോലി നേടുക. എന്നാൽ ഈ പറയപ്പെട്ട ഗിഫ്റ്റുകളും ആളുകളും ഒക്കെ കിണ്ണൻ്റെ പിന്നാലെ ഇങ്ങോട്ട് വരും. അപ്പോൾ പ്രോട്ടീൻ നിൽക്കട്ടെ, എന്നിട്ട് കിണ്ണൻ നേരെ ക്യാമ്പസിലേക്ക് കിട്ടും.